ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ചാനൽ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗ്രാനി 3. യെസ് ഗായ്സ്, നമ്മുടെ പുതിയൊരു ഗെയിമാണ്. നമ്മുടെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ഉറപ്പായിട്ടും ചെയ്യണം. ഇതിൻ്റെ പാർട്ട് 2 ഇറങ്ങുന്നതാണ്. പാർട്ട് 2 കൊണ്ട് കംപ്ലീറ്റ് ആക്കും. പാർട്ട് 1 ജസ്റ്റ് നമ്മളിതൊക്കെ തുടക്കി വെക്കുവാണ്. ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൗണ്ടിൻ്റെ കാര്യം, സൗണ്ടൊക്കെ ഇത്തിരി പ്രോബ്ലം ഉണ്ട്. ബട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഗെയിമിലോട്ടൊക്കെ എല്ലാവരും സാധ്യത ഗ്രാനി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രാനി നോക്കാം. നോർമൽ മണി ഇടുക. ശരി, ടിപ്സൊന്നും വേണ്ട. ഓക്കെ, പോകുന്നു. ലോഡിങ് ആവട്ടെ. ഗൈസ്, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുതിയൊരു ചാനലാണ്, ആദ്യത്തെ വീഡിയോയും കൂടെയാണ്. ഒരിക്കലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്. ഓക്കെ, ഇതന്നെ ഒരു പുള്ളിക്കാരൻ വീട്ടിലോട്ട് പോന്നു. യെസ്, ഞാൻ നേരത്തെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, ഒരെണ്ണം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എസ്കേപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. നാത്തോട്ട് വരാൻ തള്ളി തുറക്ക് ക്യാമറ. ഗ്രാനി ഭയങ്കര ടെക്കാണല്ലോ. സ്കിപ്പ് ഇൻട്രോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രോ കണ്ട് നോക്കാം. നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഒന്നും റീസൺ ഇല്ല. അത്ര മുമ്പോട്ട് പോടേ, എന്നാ ലേറ്റാ. അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി. ഈ ഒടിഞ്ഞ ബംഗ്ലാവ് എന്നാ നോക്കണ്ടേ. അപ്പൂപ്പൻ്റെ കാറിനൊക്കെ ഇങ്ങനെയൊക്കെ പൊടിച്ചിട്ടേക്കുന്നു. ഓടെ, അതേ വാലവും പോയി. ഇത് മുടിഞ്ഞ കിഴപ്പ് വെറുതെ അകത്തോട്ട് കയറണ്ടായിരുന്നു. വെറുതെ അവൻ ആ വഴി കൂടെ കണ്ട് പോയാൽ പോരെ. വേണോടാ, ഓടിച്ചല്ലോ എന്നൊക്കെ വേണോ അത്. കഥ തുറന്നു. കോളിമ്പിലടിക്ക്. മാമൻ്റെ വീടാ. ഓ, എന്നാണോ ദമശൻ. അപ്പൂപ്പൻ കാർലോസ്. യെസ്, കാർലോസ്. അടിയേ. നല്ല ചോര. ഇനിയിപ്പോൾ എന്നാ ജയിലിൽ കൊണ്ടിട്ട് ബൂട്ടിയിടും. അതിപ്പോൾ നമ്മൾ ഇത്തിരി അനുഭവിക്കും. കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ നോക്കാം ഗൈസ്, നമുക്കൊന്ന് നോക്കാം. ഡേ 1 ഗൈസ്. വെൽക്കം ഡേ 1. അല്ല, വെൽക്കം പോട്ടെ, എന്തിനാ. ഓക്കെ, ഡേ 1 വന്നിരിക്കുന്നു. അതിവിടെ ഇട്ട് എൻ്റെ ലോക്ക് പിക്ക് ഉണ്ടല്ലോ. ലോക്ക് പിക്ക് എന്തിയേ? ലോക്ക് പിക്ക് എടുത്തു. തുറക്കട്ടെ. അമ്മക്കിപ്പൊടി. ഹോൾഡ് ടു പിക്ക് ദാറ്റ് ലോക്ക്. അടിപൊളി ഗൈസ്. ഇന്നത്തെ ഒരു ടെക്നോളജി ഉണ്ട്. യെസ്, നമ്മൾ താഴെ പോയി ആ ട്രെയിനിൻ്റെ അങ്ങോട്ട് പോയി അവനെ കൊണ്ട് ശബ്ദം ഇടിപ്പിക്കുമ്പോൾ അവൻ നേരെ തന്നെ ചെയ്യും. അവൻ ഊയിന്നൊക്കെ ഗ്രാനി അത് കേൾക്കും. പെട്ടെന്ന് നമ്മൾ ഈ കബോർഡാണ്, സൈഡിൽ കബോർഡ്, അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഒളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രാനി തട്ടേക്കും, നമ്മൾ മെൽട്ടും. സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ഞാൻ മാക്സിമം ഡേ 1 കളിച്ച് ജയിക്കാൻ നോക്കാം ഗൈസ്. ഞാൻ ഒത്തിരി ഒന്ന് കൊച്ചുകുട്ടിക്കായതുകൊണ്ട് എനിക്ക് പേടി. പിന്നെ നമ്മുടെ ആഗ്രഹമൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ. ഗ്രാനി ഇപ്പം വരും, നോക്കിയോ. ഇപ്പം എന്തിനാ എൻ്റെ മോൻ കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ടേ വരും. അയ്യോ, എൻ്റെ മോൻ കരയുന്നേന്ന് പറഞ്ഞുകൊണ്ട്. കേൾക്ക് ഗൈസ്, നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ വന്നു. തുറക്കുക. നമ്മളങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ട് പോവാം. ട്രാപ്പ് വല്ലതും വെച്ചിട്ടുണ്ടാവും. അകത്തുണ്ടോ? ഇല്ല. ഓക്കെ, മെൽട്ട് കയറി പോകാം. ഡ്രോയറൊക്കെ ചെക്ക് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഡ്രോയിനകത്ത് മാച്ചസ് ബോക്സ് ഇതൊന്നും ട്രെയിൻ എസ്കേപ്പ് അല്ല. നമ്മൾ ഗേറ്റ് എസ്കേപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഗേറ്റ് എസ്കേപ്പ് അടുത്ത നമ്മൾ ഗ്രാൻഡ് കളിക്കുമ്പോൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. നമുക്കിപ്പോൾ മേളിൽ പോകും ഗൈസ്, അത് സേഫാകും. ശരിക്കറിയാം, ഇവിടെ ഒരു ലോക്കുണ്ട്. നമ്മൾ കളഞ്ഞിട്ട് കറക്കി കുത്തണം. പിന്നാണ് അതിൻ്റെ ഇടയിൽ ഗ്രാനി വന്നു കഴിഞ്ഞാൽ കഷ്ടിഷ്ടം. ഞാൻ തുറക്കട്ടെ. ഓക്കെ, തുറന്നു. നമുക്ക് മേളിൽ പോകാം ഗൈസ്. ഇത് ഹെഡ്സെറ്റ് വെച്ചേക്കണം, നല്ല സാധനം. ഇവിടെ ഗ്രാനിയൊന്നും വരൂല്ലല്ലോ അല്ലേ? അതൊന്നും നമുക്ക് ഉറപ്പാണ്. ഗ്രാനി വരൂല്ല. ചിലപ്പോൾ വന്നാലേ വരും. ഞാൻ പക്ഷേ ഒരു കഥ ഉറക്കുന്ന പോലെ എന്തോ ഒരു ശബ്ദം കേട്ടായിരുന്നു അവിടെ വെച്ച്. അതാണ് ഞാൻ ചോദിച്ചത്. നമുക്കൊന്ന് പോയി നോക്കാം. വേണ്ട, അതൊക്കെ വിട്ടേര്. ഇവിടെ ഒരു കാക്കയുണ്ട്. എന്തേ കാക്കയുടെ തന്നെ അകത്തുള്ളതൊന്നും നോക്കാൻ പറ്റൂലല്ലോ. ഇല്ല. വിട്ടൊരു സിലിണ്ടറിന റൂം. അത് പൊട്ടി ഒരു സിലിണ്ടറിന റൂം. അവിടെ തന്നെ ആയിരുന്നു. കളി ഒത്തിരിയായി. പതുക്കെ വീഴണം. ഇത്തിരി ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ വീഴ്ച. നമ്മളിതിൻ്റെ മലൊന്നും കുത്തി വീഴും, അത്രേ ഉള്ളൂ. ഇത് തട്ടിയിട്ടേക്കാം. ഗ്രാനി കേട്ട് ഇങ്ങോട്ടൊന്നും വരാനൊന്നും പോകുന്നില്ല. വരുമില്ല ഗൈസ്. ഇതിന് നമുക്ക് ക്രോബാറില്ല വേണ്ട. ഐ നീഡ് ക്രോബാർ. യെസ്, അവന് ക്രോബാർ വേണം. നമ്മൾ ക്രോബാറൊന്നും വേണ്ട, നമുക്ക് സ്ട്രൈറ്റാ.
ദെയർ ഇസ് നോ ഇലക്ട്രിസിറ്റി. പക്ഷെ ഇവിടെ ഞാൻ ചാടൂല ഗൈസ്. ഞാൻ ഒരെണ്ണം അബദ്ധം പറ്റുള്ളൂ. ഇവിടെ ഞാൻ ചാടിയിട്ട് അവസാനം 3ാമത്തെ ഫ്ലോർ, 2ാമത്തെ ഫ്ലോറും ചാടിയില്ല. ഓക്കെ, ഞാൻ 2ാമത്തെ ഫ്ലോറിന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇവിടെ ഒരു മരക്കട്ട വേണ്ട, മരക്കട്ട ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ലോക്ക് പിക്ക്. കറക്റ്റ് തുറക്കുമ്പോൾ ഗ്രാണി മുമ്പ് എന്നായിരുന്നാലോ. പക്ഷെ വരുമോ എന്ന് ചെറിയൊരു ഡൗട്ട്. ഇല്ല ഇല്ല, ഇതും കൂടെ തുറന്നിട്ടേക്കാം. സേഫ്റ്റി മുഖ്യം. നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്ന് വെച്ചേക്കാം. അതിനകത്തൊന്നും ഇല്ല, സാധാരണ അതിനകത്തൊന്നും വെക്കത്തില്ല എൻ്റെ അറിവിൽ. ഇവിടെ ഗ്രാനി കാണത്തില്ല. ഈ ഒരു അടുക്കളയിൽ ഗ്രാനിക്ക് എപ്പോഴും ഗ്രാനിക്ക് തുമ്മലാന്ന് തോന്നുന്നു ഈ അടുക്കളയിൽ വരുന്നത്. തുറന്നൊക്കെ നോക്കട്ടെ. ഇല്ല, ഒന്നും കാണുമില്ല. നമ്മൾ കളിക്കുമ്പോൾ മാത്രമൊന്നും കാണത്തേ ഇല്ല. എന്തെങ്കിലും ഒരടയാളം കിട്ടിയാൽ മതി, നമുക്ക് ഒരടയാളം വെച്ച് കയറി കളിക്കാം. ഫയർ വുഡ് കിട്ടിയിരിക്കുന്നു. നമ്മൾ മേളിൽ പോവുക, വെച്ച് കൊളുത്തുക. അപ്പോൾ കാക്ക പറന്നു പോകും. കാക്കയ്ക്ക് മൂട്ടുവേൻ എടുക്കും. ഓക്കെ, തുറന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയ സാധനം യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ് ബുദ്ധി. പക്ഷേ ഇതിന് സംഭവം വേണ്ട. ലോക്ക് പിക്ക് വേണം. ലോക്ക് പിക്ക് കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് തുറക്കും. ഇതൊക്കെ നമ്മുടെ കള്ളനില്ല, നമ്മളാൾ ഇപ്പം പെട്ടെന്ന് തുറന്നിട്ട് വെളിയിറങ്ങുമ്പോൾ ഒരു ആശ്വാസം പോലെ ഗൈസ്. നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ഈ ഹെഡ്സെറ്റ് കളിക്കുന്നതെന്ന് പറഞ്ഞു. എയർബഡ്സ്. ഇവിടെ ചിലപ്പോൾ ഗ്രാനി കാണുമോ എന്നൊരു ഡൗട്ട്. അതായിരിക്കുന്നു തളച്ചി അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും. നമ്മൾ നേരെ മേളിലോട്ടേക്ക് വിട്ടോ. സൂക്ഷിച്ച് ഇല്ല, വിട്ടോ നേരെ വിട്ടോ. ട്രാപ്പ് ഡോർ ഉണ്ടാവും, ഒന്ന് സൂക്ഷിച്ചേക്കാം. ഗ്രാനി വന്നില്ലല്ലോ. ഈ റൂമല്ല ഗൈസ്, ഈ റൂം. ഇതിനെ ലോക്ക് പിക്ക് വേണം. വേണമായിരുന്നു. ഞാൻ നേരത്തെ ലിഫ്റ്റിയും ചാടുമായിരുന്നു. ശബ്ദം പോലെ എന്തോ കേട്ടതാ, പേടിച്ചു. ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ നേരെ പോകുന്നു. തുറക്കട്ടെ. നമുക്ക് താഴത്തേക്ക് പോയാൽ കഴിച്ചു. ഇനിയിപ്പോൾ മാച്ചസ് ബോക്സും കൂടെ വേണ്ടേ? അതും കൂടെ കണ്ടുപിടിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്രാനി ഈ സൈഡിൽ നേരത്തെ വന്നു. അതെ, ഗ്രാനി സൈഡായിരുന്നു വന്നത്. പക്ഷേ അവിടെ ഇപ്പം വെളിയിൽ പോയിട്ടുണ്ടാവും. അതേ നിൽക്കുന്നു. ഗ്രാൻഡ് പോ ഒന്നും വന്നിട്ടില്ല. ഗ്രാൻഡ് പേനെ തേടിക്കൊണ്ടിരിക്കുക. അയ്യോ, എൻ്റെ ഗ്രാൻഡ് പേ അങ്ങനെ പോയി. ഇവിടെ വല്ല മാച്ചസ് ബോക്സിലുണ്ടോ? ഇല്ല, നമുക്ക് കിട്ടൂല്ല. നമുക്കറിയാം നമ്മുടെ മുഖം അങ്ങനെയാണ്. ഇവിടെ വരുമല്ലോ. നമുക്ക് നേരെ ഗ്രാൻഡ് പേടെ അല്ല, ഇത് വേറെ റൂമിൽ ജസ്റ്റ് കഥ തുറക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. ഗ്രാനി ഇതിനകത്ത് ചുമ്മാ കേൾക്കുന്നത്. നമ്മൾ കഥ തുറക്കുന്നത് എക്സ്ട്രാ കേൾക്കുന്നത്. അതേ നിൽക്കുന്നു ഗ്രാനി. അവൾ പിന്നെ അപ്പൂപ്പനെ തേടിക്കൊണ്ടിരിക്കുന്നു. ഗ്രാൻഡ് പാ ഇല്ല ഗ്രാനി ഈ കളിയിൽ. ഗ്രാൻഡ് പാ വീട്ടിൽ കിടക്കുക. ഗ്രാൻഡ് പാ വേറെ ഗെയിമില്ല. നമുക്ക് നോക്കട്ടെ. അവൾ പോയിന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്കൊന്ന് മെൽറ്റ് കയറി നോക്കിയിട്ട് നമുക്ക് പോകാം. അവൾ അകത്തോട്ടാണ് പോയത്. അല്ലല്ലോ, ആണോ? തന്നെ അകത്തോട്ടാണോ പുറത്തോട്ടാണോ അറിയില്ല. താട്ടേക്കൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഒന്നും ഇല്ലെന്നേ. നമ്മൾ കയറി ഈ തുറന്നൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല. അപ്പോൾ ഗ്രാനിയെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങോട്ടേക്ക് വരുത്തിച്ചേക്കാം. വേറെ നമ്മളെന്തിനാണ് വെയിറ്റ് അടിക്കുന്നു അല്ലേ? നമുക്ക് ഈ റൂമിലോട്ടൊന്ന് പോയി നോക്കണം. റൂമിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. എൻ്റെ മനസ്സ് പറഞ്ഞൊന്നും ഇല്ലെന്ന്. അവിടെ ഫ്യൂസ് ഇട്ട് നമുക്ക് ഗേറ്റ് എസ്കേപ്പിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം തന്നെയാണ് ഫ്യൂസ്. ഇതാ മണ്ടേ അങ്ങോട്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് നേരെ പെട്ടെന്ന് മെൽട്ട് കയറിയേക്കാം ഗൈസ്. കാരണം ഇത്ര സൗണ്ട് അടിച്ച് ഗ്രാനി ഇങ്ങോട്ടേക്ക് വരും. ഗ്രാനി തട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മെൽട്ടേക്ക് കയറാം. ഫ്യൂസ് വെക്കുമ്പം ഒരു തടയില്ല. പക്ഷേ ട്രാപ്പ് ഡോഴ്സ് കാണുമെന്ന് എനിക്ക് ഡൗട്ട്. എനിക്ക് ട്രാപ്പ് ഡോഴ്സ് വെക്കുന്ന സൗണ്ടും കേൾക്കാൻ പറ്റും. പക്ഷെ ഞാൻ തേടുവാണ് കാണത്തേ ഇല്ല. എൻ്റെ ഗ്രാനി അതെ മോനെ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് കയറിപ്പോയി നോക്കട്ടെ. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒരു എല്ല് മാത്രമായിട്ടുണ്ട്. അവിടെ ക്യാരാണോ ചിക്കൻ പീസ് പോലെ ഉരിഞ്ഞെടുത്താന്നറിയില്ല. പോട്ടെ, നമുക്ക് മേലോട്ട് കയറിപ്പോകാം. ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കുക. ഇവിടെ മാച്ച് ബോക്സ് ഗൈസ്, എൻ്റെ ലക്ക് ഗൈസ്. നമുക്ക് ഫ്യൂസ് കൊണ്ട് വെക്കുക, നേരെ മാച്ച് ബോക്സ് എടുക്കാം. ഞാൻ പറഞ്ഞില്ല ട്രാപ്പ് ഡോർ വെക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. അവിടെ ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ട്രാപ്പ് ഡോറല്ല, മീൻസ് ട്രാപ്പ്. ശരി, ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് വെക്കാം. ഗ്രാനി വരുന്ന പോലെ എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ട് കഴിഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും ഗ്രാനി, ചിലപ്പോൾ ഇവിടെ ഗ്രാനി വരാൻ ചാൻസ് ഉണ്ട്. സൗണ്ട് കേട്ടു ഞാൻ. ഉണ്ടോ?
ഒന്ന് വെയിറ്റ് ചെയ്താലോ എന്നുണ്ട്. നോക്കട്ടെ ഗ്രാനി ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് താട്ടൊക്കെ മാച്ച് ബോക്സ് എടുക്കാം. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് ഒന്ന് സിലിണ്ടർ റൂമിൽ തന്നെ കയറാം. സിലിണ്ടർ റൂം മാത്രമേ കയറാണ്ട് മാത്രം ഇങ്ങനെ സ്പെഷ്യലാണ്. ഇവിടെ ഗ്രാനി ഒന്നും വരുന്നു പേടി. ഇവിടെ ആയിട്ടൊരു ടോയ്, ഒരു സിലിണ്ടറിന് എന്തോ ഒരു പാവ വെക്കണം. പുള്ളിക്കാരി ദാരിദ്ര്യം കേട്ടോ, സിലിണ്ടറിന് ദാരിദ്ര്യം. അപ്പം പുള്ളിക്കാരിക്ക് നല്ലൊരു പാവ പോലും ഇല്ല. പക്ഷേ ഇന്ന് സിലിണ്ടറിന് ഇത്ര നേരിട്ട് ഞാൻ കണ്ടില്ല, അതൊരു വിഷയമാണല്ലോ. സിലിണ്ടറിന് ഇത്ര നേരിട്ട് കണ്ടില്ലേ. ഗ്രാനി കണ്ടു, ഗ്രാനി കണ്ട്, ഗ്രാനി ഉണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് നേരെ താട്ടേക്ക് പോകാം. ബിക്കോസ് എനിക്ക് ആ മാച്ചസ് ബോക്സ് എടുക്കാനുണ്ട്, അതും ഓർമ്മ വെക്കണം. മാച്ചസ് ബോക്സ് ഇവിടെ കാണൂല, അവള് മേളിലല്ലേ. നേരെ പോകാം. ചിലപ്പോൾ വരുന്ന പോലെ എന്തോ ഒരു ഫീലിങ്സ്. ഹേർട്ട് ബീറ്റ് ഇപ്പോഴും നിൽക്കുന്നില്ല ഗൈസ്. ഒരു തവണ ഗ്രാൻഡ് കണ്ട് ഹേർട്ട് ബീറ്റ് വന്നുകൊണ്ടായിരിക്കും അല്ലേ. അതേ വന്ന് ഓർത്ത് അവൾ വരുന്ന. പക്ഷെ അവൾ വെളിയിലോട്ടാണ് പോകുന്നത്. വെളിയിലോട്ടാണ്. ജനലൊക്കെ കണ്ട ഗ്രാൻഡിനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ടെൻഷൻ എന്നാ വേണ്ട. അവൾ വെളിയിലോട്ട് പോയി. പക്ഷെ ട്രാപ്പ് ഡോർ ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഞാൻ കണ്ട് ട്രാപ്പ് ഡോർ സോറി. ട്രാപ്പിനിപ്പോൾ മാക്സിസ് ബോക്സ് എടുക്കുക. ഇതാണ് കയ്യിലും വരുന്നില്ല. ഇതെന്നാണോ? ഓക്കെ, മാക്സിസ് ബോക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോവുക, കത്തിക്കുക, കാക്കേനെ ഒട്ടിക്കുക. കാക്കേനെ ഒട്ടിച്ചാൽ സംഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ലത്. ഒരു പാഡ്ലോക്ക് ഒക്കെ കിട്ടുവാണെങ്കിൽ കാക്കേനെ ഒടിച്ച് കിട്ടുവാണെങ്കിൽ നല്ലത്. പാഡ്ലോക്ക് ആണെങ്കിൽ അല്ല, ഷെഡ് കീ സോറി, പാഡ്ലോക്ക് അല്ല, ഷെഡ് കീ കിട്ടുവാണെങ്കിൽ മജാപ്പ. പോയി നോക്കാം. പക്ഷെ ഗ്രാൻഡിന് ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഇനി മാക്സിസ് ബോക്സിന് ആവശ്യമില്ലല്ലോ, നമ്മൾ ഡബിൾ കത്തിയിൽ കത്തിച്ച്. അപ്പോൾ നമ്മൾ തട്ട കിട്ടുക. ബഗ് അങ്ങോട്ട് ഇടുക, നേരെ ഡ്രോപ്പ്. ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അവിടെ പോയി കാക്ക ഓഡിയൻസ് ഞങ്ങളിട്ട് വന്നു. നമുക്ക് ലക്കൊന്നുമില്ല. ഇങ്ങോട്ടല്ല സോറി നീ തെറ്റിപ്പോയി. എന്താ നടത്തില്ല. ഇവിടെ നമുക്ക് ലക്കുണ്ട് കേട്ടോ, ചുമ്മാ അല്ല ഗൈസ്. നമുക്കെന്നാൽ പിന്നെ നേരെ പോയി ഷെഡ് തുറക്കാമല്ലോ. ഇങ്ങോട്ടേക്ക് ചാടിപ്പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിട്ട് ഓക്കെ സേഫായിട്ട് ഇറങ്ങി. സേഫായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കഥ തുറന്നിരിപ്പുണ്ടല്ലോ. പ്ലാങ്ക് ഓക്കെ, നമ്മൾ ഷെഡ് കീ അവിടെ കൊണ്ട് വെച്ച ശേഷം പ്ലാങ്ക് എടുത്തു. നമുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും ഗൈസ്, ക്ഷാമം വരില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. ഇവിടെ ഗ്രാനി കാണും മിക്കവാറും. പക്ഷെ അവൾ അടുക്കള ഭാഗത്ത് തന്നെയാണോ വരുന്ന കുറവാണ് കാണുന്നത്. പോയി പൂട്ടം തുറക്കട്ടെ. എത്ര പൂട്ടാണോ? അതെ സിലിണ്ടറിനോട്ടോയി. ഇതെടുത്ത ഗ്രാനിക്ക് ഭയങ്കര ദേഷ്യം ഗൈസ്. അതെ ഞാൻ സൗണ്ട് കേട്ടു. ഗ്രാനിയുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. വരുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോയ്. എനിക്ക് കണ്ടിട്ടുണ്ടെന്നില്ല, ഏതാ റെയിൽ പാളത്തിൽ നിന്ന് കാട്ടെടുത്തോണ്ട് ഗ്രാൻഡ് അതുറപ്പാ. മത്തിയിട്ടതാ. നമുക്ക് വെള്ളിട്ട് കയറി സേഫായിട്ടിരിക്കും. അവിടെ ട്രാപ്പ് ഡോർ ഉണ്ട് എനിക്കറിയാം, പക്ഷെ അവളുടെ എടുത്ത് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അവളുടെ ദിവസമുള്ള പണി കൊണ്ടാണ് ട്രാപ്പ് ഡോർ വെച്ചേക്കുന്നുണ്ടോ. അവളെ തന്നെ കൊണ്ട് വെക്കണം. പോട്ടെ, നമുക്ക് പോയി മേളിൽ പോയി നിൽക്കട്ടെ. അവളുടെ കണ്ണ് കാണണം, ഗ്രാനിയുടെ കണ്ണ്. അയ്യോ, റെഡ് കളറിൽ എൻ്റെ മോളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ, ടോയും കൊണ്ടുപോകുന്ന പോലെ തന്നെ. നോക്കുക, ഇപ്പം അവൾ വരും, അവൾ കിതയ്ക്കും. ഈ ടോയ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അവൾക്ക് അറിയാൻ പറ്റും. കണ്ടോ നോക്ക്, അവളുടെ കണ്ണുണ്ടോ? ഈ റെഡ് കളർ നല്ല ചുവന്ന് തുടുത്തിരിക്കുന്നു. ചെറി ബ്ലോസം വെച്ച പോലെ, അവളുടെ കണ്ണ് ചെറി വെച്ച പോലെ തന്നെ ഉണ്ട്. ഇവിടെ കോഴി ഇങ്ങോട്ട് കയറുക. ഇനിയിപ്പം ഒരു ഭയങ്കര പാട്ട് വരും, ഒരു വളിച്ച പാട്ട്. ഇവിടേക്ക് തന്നെ ശരീരം ലെൻസും എല്ലാം കൂടെ പുറത്താണല്ലോ നടന്നത്. എന്നെ ഇട്ടിട്ട് പോയത് എന്തെങ്കിലും യൂസ് കണ്ടോ? പെഡ്ലോക്ക്. ഇതാണ് മറ്റേ 2 കപ്പലും പോട്ടെ, മറ്റേ ഈ 2 ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും സ്ലിംഗ് ഷോട്ട് എടുക്കേണ്ടി വരും. ഗ്രാനിയുടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഗ്രാനി ഇങ്ങോട്ട് വെച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് പോകാം. നേരെ ഇങ്ങോട്ട് പോവാം. ഇവിടെ ഗ്രാനിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് പെഡ്ലോക്കി വേണം. നമുക്ക് താഴെ കൊണ്ടിട്ട ശേഷം അങ്ങനെ ട്രെയിനിൻ്റെ ശബ്ദം കൂടെ വരുത്തിച്ച ശേഷം നമുക്ക്
ഗ്രാനി തട്ടൊക്കെ ആ നേരം നമുക്ക് പ്ലാങ്സ് എടുക്കണം. ഓ ഗ്രാനി വന്നു. അവൾക്ക് ഇവിടെ നേരം കണ്ട നേരം നമുക്ക് ഇവിടെ തന്നെ വരണം. അവളെന്ത് ചെയ്യും? അവൾ വെളിയിൽ പോയെന്ന് തോന്നുന്നു. വെളിയിൽ പോയെങ്കിൽ നമുക്ക് നല്ലത്. നോക്കട്ടെ. വെളിയിലാണ് പോയേക്കുന്നത്. നേരെ ഇതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുക. അവിടെ പോയി ശബ്ദം ഉണ്ടാക്കിപ്പിക്കുക അവനെ കൊണ്ട്. ഇങ്ങോട്ടേക്ക് ഇട്ടേക്കാം. നമുക്കിത് അത്യാവശ്യം വരും. ഇങ്ങോട്ട് ഇടുക. അവിടെ എങ്ങനെ കിടപ്പുണ്ടാവും മൂലയ്ക്ക്. പോവുക, ശബ്ദം ഉണ്ടാക്കുക, തിരിച്ചിടുക. അളിയാ ശബ്ദം ഉണ്ടാക്കുക. കണ്ടോ വരും. ഇപ്പം ആ കള്ളി ഇങ്ങോട്ട് വരും. ഗ്രാനി എൻ്റെ മോനെ കറപ്പിക്കുന്നേന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ കരയണ്ടെന്ന് പറഞ്ഞിട്ട് വരും. അവൾ വന്ന് വക്കം കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കളിപ്പാട്ട് ഇറക്കൊണ്ടേ ഇരിക്കുന്നു. തലക്കടിച്ച് കൊല്ലാൻ നിന്ന്. ഓൾറെഡി തലക്കകത്തൊന്നും ഇല്ല. ഇതെങ്ങോട്ടാണ് പോകുന്നത്? സംസാരിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും നമുക്ക് കൺട്രോൾ കിട്ടുവാണല്ലോ. നമുക്ക് വെളിയിൽ പോയി പ്ലാങ്സ് എടുക്കണം. വെളിയിൽ പോയി പ്ലാങ്സ് അതെടുത്തതിന് ശേഷം വെക്കുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും കിട്ടും. വീല് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഇത് എസ്കേപ്പ് അല്ലേ, ഗേറ്റ് എസ്കേപ്പ് ചെയ്യുക. വീലോടെ കിട്ടി കഴിഞ്ഞാൽ ജനറേറ്റിംഗ് കേബിൾ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പായി. അവിടെ താഴെ ഇപ്പോൾ കടന്ന കാറുമായിരിക്കും. ഓക്കെ, നമുക്ക് മേളിൽ പോകാമെന്നായിട്ട്. അങ്ങോട്ട് മേളിൽ പോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രാനിക്ക് അങ്ങോട്ട് വരാനും പറ്റത്തില്ല. നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഇടം കൂടെ ആയി. ഇവിടെ അല്ലേ? അയ്യോ ഇതെന്നാ സംഭവം? ഗ്രാനി വന്ന് ഞാൻ കണ്ടിട്ട്. അവളുടെ കാലുണ്ട് ഗൈസ്. നമുക്ക് മേളിട്ട് കയറി നിൽക്കാം. സേഫ്റ്റി നോക്കട്ടെ. ഗ്രാനി വന്നോ? എന്ത് ചെയ്യാം? അവളെ കാണുന്നില്ല. കിളവിക്ക് എപ്പോൾ വരണമെന്നേ ഒരു ബുദ്ധിയില്ലാതെ പോയി. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വരണമെന്ന് വിചാരിക്കുമ്പോഴും വരണ്ട. നമുക്ക് പ്ലാൻ കൊണ്ട് വെക്കാണല്ലോ. ഞാൻ എന്നാ പറയുന്നത്? നമുക്ക് നൈസായിട്ടൊന്ന് താഴത്തേക്ക് ഇറങ്ങാം. നൈസായിട്ട് ഇറങ്ങി നോക്കാം. ഇനിയിപ്പോൾ അവളുണ്ടെങ്കിൽ വലിയ പാടാണേ. അവൾ അരക്കാന്ന് പറഞ്ഞൊരു വഴി അടിക്കും. അവളുടെ ഒരു വളിച്ച ചിരി, ദേഷ്യം വരുന്നു അവളുടെ ഈ ചിരി കേൾക്കുമ്പോൾ. നൈസായിട്ട് അങ്ങോട്ട് പോവുക, പ്ലാൻ കൊണ്ട് വെക്കുക. പ്ലേസ് ഇപ്പം അവിടെ പോയി എന്നാ സംഭവം എന്നാ ഉള്ളതെന്നാണോ? അവിടെ ഗ്രാനി വരും, എനിക്കറിയാം വരും. അവൾ വരാതെ ഒരു കാലം ഇരുന്നിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പ്ലീസ്. അവിടെ നിന്ന് ചക്രം ഉണ്ടെങ്കിൽ ചക്രം ഒന്നുമില്ലേ? അവിടെ നിന്ന് അതെ മൈ ഗോഡ്, ചക്രമല്ലേ ബ്രിഡ്ജിന് സംഭവം. ബ്രിഡ്ജ് നിങ്ങളുടെ എഴുതി കാണിച്ചു, ഞാൻ ബാക്കി വായിച്ചില്ല. ഞാൻ ഇതിന് ചക്രം ക്യൂട്ടായിട്ട് പിടിക്കുന്നത്. അങ്ങോട്ട് ചാടിയിട്ട് നേരെ താട്ടേക്ക് പോവുക. ഇതുകൊണ്ട് അതിന്മേ വെച്ച് കറക്കിയിട്ട് വരിക. അപ്പോഴേ ആ പാലം നിർത്തില്ല. ഇവൻ്റെ ഈ പ്ലെയറിൻ്റെ ഒരു ദുരന്തം തന്നെയാണ്. അവനും മിണ്ടായിരുന്നാൽ പോരാ. അവൻ്റെ വീട്ടിൽ പോയിരുന്നെല്ലാം ഫ്രീ ഫയർ എല്ലാം കളിച്ചാൽ പോരും. അവൻ വിട്ടിട്ട് ഈ കിളവിടെ റൂമിൽ വന്നു. എന്നിട്ട് അങ്ങോട്ട് നമ്മൾ സ്റ്റോൺ എടുക്കാം. സ്റ്റോൺ ഈസ് ഗുഡ് ഫോർ കിൽ ഗ്രാനി. ഇത് വെക്കുക, കടന്നിട്ട് കറക്കുക. ഗുഡു അവിടെ ഇടയ്ക്ക് ചിരിക്കുന്നു. വെപ്പൺ കീ. ഗ്രാൻഡ് ഭയങ്കര കള്ളനാണല്ലോ. ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ. ഞാനിപ്പോൾ കാറിനകത്തൊക്കെ ഇടും. ചുമ്മാ ഡിക്കി തുറന്ന് നോക്കിയാൽ അത് വെപ്പൺ കീ കിടക്കുന്നത്. അപ്പം നമുക്ക് 3 സ്റ്റോൺ എടുക്കണം ഗൈസ്. ഒരു സ്റ്റോൺ നമ്മൾ താഴത്തെ ആ ചില്ല് പൊട്ടിക്കാണ്ട്, ബാക്കി 2 സ്റ്റോൺ മറ്റേ 2 കപ്പ് താഴത്തേക്ക് ഇടാണ്ട്. ഗ്രാനിക്കട്ട് കൊടുക്കുന്നില്ല, പോട്ടെ ജീവിച്ചോട്ടെ. ഒരു കിലുക്കം കാണുന്നുണ്ടല്ലോ. ഓക്കെ, എടുത്തിട്ടുണ്ട് 3 സ്റ്റോൺ. പക്ഷേ ഈ 3 സ്റ്റോൺ ഇട്ട് എന്തോ ഗ്രാനിയുടെ തല പോലെ തന്നെയുണ്ട്. അങ്ങോട്ട് പകുതി ചളുങ്ങി. എന്താണെങ്കിലും പോട്ടെ. നമുക്ക് നേരെ ഇതാടെ മേളല്ലേ, ഇവിടെ അങ്ങോട്ടൊക്കെ ഇവിടെ ഗ്രാനി. പേടിച്ചു. പെട്ടെന്ന് നമ്മൾ വിചാരിക്കാൻ നേരത്തെ നമ്മുടെ മുമ്പിൽ വന്ന് ഗ്രാനി വന്ന് നിൽക്കുന്നു. നമുക്ക് വേറെ പണിയൊന്നുമില്ല. അടുക്കള ഭാഗത്ത് വരാറില്ലല്ലോ. പിന്നെ നമ്മൾ വരുമ്പോൾ മാത്രം നമ്മൾ കണ്ണടച്ചിട്ടുണ്ട്. പ്ലെയറാണ് ഹാർട്ട് ബീറ്റാണ് ഇട്ട് കൂടുക. ഇല്ലെങ്കിൽ BP എല്ലാം ജാകാൻ പോകുന്നു. ഞാനൊക്കെയാണ് ഇന്നലെ ഗ്രാനി പിടിച്ച് മലത്തി അടിച്ചേനെ. തുറക്ക് പെട്ടെന്ന് സ്ലിംഗ് ഷോട്ട്. ഗ്രാനിക്കിട്ടൊരു അടി അടിച്ചാലോ? വേണ്ട, നമുക്കിത് യൂസ് ആവും. ശരിയാണ് ഗൈസ്, യൂസ് നമുക്ക് വേണം. ഇപ്പോൾ പോയി ഇത് തട്ടിയിടാം, അത് നടക്കും. മറ്റേ 2 കോലങ്ങൾ. ഈ സൗണ്ട് കേട്ടാൽ തന്നെ ഗ്രാനി അയ്യോ 10 എന്ന് പറഞ്ഞു വരും. അതൊക്കെ സേഫ്. ഇത് സേഫാ.
അല്ല ഇവിടെ ഇങ്ങോട്ട് ചന്തം പോലെ നിൽക്കാം. ഔച്ച്. ഇവിടെ എന്തോ ഗ്രാനി ഇല്ലല്ലോ. നമുക്ക് നേരം അങ്ങോട്ട് പോകാം. ജസ്റ്റ് ഫോർ ഇവിടെ നിൽക്കുക. ഇവിടെ നിന്ന ശേഷം ആ ഡപ്പ അങ്ങോട്ട് അടിച്ചു. ഡപ്പ പോട്ടെ. എന്ത് ചെയ്യാം സംഭവം? ഇതായിരിക്കണം. അയ്യോ, എനിക്ക് വേണമായിരുന്നു. അറിയാതെ താട്ടേക്ക് ഇട്ട്. ഇപ്പം ഗ്രാനി ഇനി അങ്ങോട്ടേക്ക് വരും. അറിയാതെ താട്ടേക്ക് ഇട്ട്. എഴുന്നേക്കുന്ന ബട്ടൺ അവിടെ ആയിരുന്നു. എനിക്ക് തെറ്റിപ്പോയി. നമുക്ക് നൈസായിട്ട് കൊണ്ട് താട്ടേക്ക് ചാടി എടുത്തിട്ട് പെട്ടെന്ന് എടുത്ത ശേഷം സ്റ്റെപ്പിൽ കൂടെ കയറി അങ്ങോട്ടേ വന്നേക്കാം. അത് സ്റ്റെപ്പിൽ കൂടെ കയറണ്ട. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് മുതൽ തന്നെ വരാം. അല്ല പിന്നെ കണ്ട തലയെഴുത്ത്. ഡ്രോപ്പ് എന്തിനാണോ പിടിച്ച് നിൽക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. ഷൂട്ട് നോക്കിയപ്പോൾ ഞാൻ പിന്നെയും പോട്ടെന്ന് വെച്ചാണ്. ഇപ്പോൾ ഗ്രാനി എവിടെയാണോ ആവോ. നമ്മളിട്ട് കയറി പോയേക്കാം. ഞാനാണ് നിന്ന് ഇട്ട് ഓടിക്കാം. അതിൽ താട്ട് പോയി സൗണ്ട് വെക്കാം ഗൈസ്. അതൊന്നും എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ആണ്. താട്ട് പോവുക, സൗണ്ട് വെക്കുക, പിന്നെ സമാധാനമായിട്ട് കിടന്നിട്ട് കളിക്കാം. അല്ല വേണം, നമുക്ക് താഴത്തെ അത് പൊട്ടിച്ച ശേഷം നേരെ സൗണ്ട് വെച്ചിട്ട് അങ്ങനെ പൊട്ടി സൗണ്ട് എല്ലാ സൗണ്ടും കേൾക്കുമല്ലോ. ഇപ്പം ഞാൻ അകത്തോട്ട് കയറുന്നില്ല. ഞാൻ നോക്കുന്നൊന്നുമില്ല. വന്ന് ഒച്ച വെച്ചേ. എടാ മാറാ. അങ്ങനെ നമ്മൾ ഒച്ച വെച്ചോണ്ടിരിക്കുന്നു. നമ്മളെ മാറാൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് നോക്കിക്കട്ടെ. ഇപ്പോഴും പിള്ളേറിന് ഹാർട്ട് ബീറ്റ് ചെറുതായിട്ടുണ്ട്. വലിച്ചടങ്ങുന്ന ഒരു സൗണ്ടേ. ഇനിയിപ്പം വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പം വരും. അയ്യോ പത്തോ, എൻ്റെ മോൻ നടക്കുവാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തലവേദനയായി. പക്ഷേ ഈ ഗ്രാനിനെ കൊണ്ട്. പിന്നെ ഗായ്സ്, നിങ്ങൾ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണ്ട, ലൈക്ക് ചെയ്യണ്ട, ഷെയർ ചെയ്യണ്ട. എന്താ ഗ്രാനി എന്താ അതേ പോകും. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അവിടെ ഭ്രാന്തി. അവിടുത്തെ കരഞ്ഞുണ്ട്. ഗ്രാനിക്ക് കണ്ണ് കാണത്തില്ല. ഷോർട്ട് റേഞ്ച് ആണെന്ന് തോന്നുന്നു. അടുത്തുള്ളത് മാത്രമേ കാണത്തുള്ളൂ, ദൂരത്തുള്ളത് കാണത്തില്ല. നേരെ മേളിലോട്ട് പോവുക. ഇനിയിപ്പോൾ സമാധാനം അടിച്ചിടാവല്ലോ. ഇങ്ങോട്ട് ഇനിയിപ്പോൾ സൗണ്ട് ഗ്രാനി ഇങ്ങോട്ട് വരും. എനിക്ക് ഞാൻ പ്ലാൻസിലൂടെ അങ്ങോട്ട് കയറിപ്പോയി നിൽക്കാം. യെസ്. ഇപ്പം എന്ത് ചെയ്യുക? ഗ്രാനി വരും. നമുക്ക് വരുന്ന വെയിറ്റ് ചെയ്യണ്ട. നമുക്കുണ്ട് അടിച്ചിട്ടോണ്ടിരിക്കാം. നിൽക്കുന്നില്ല. അടിക്കാം. ഹെഡ് ഷോട്ടൊന്നും ഇല്ല. എവിടെ വീണോ അവിടെ. എന്തിനാ ലിഫ്റ്റ് വെച്ചേക്കെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് ഫുഡ് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാനിക്ക് മേളിട്ടും തട്ടി ഇറങ്ങാൻ പറ്റൂലല്ലോ. തള്ളക്കള ഇവിടെ ഇരിപ്പുണ്ടോ? തള്ളാച്ചി ഇങ്ങോട്ടൊന്നേ. പക്ഷെ എനിക്ക് അടിക്കണമെന്നുണ്ട്. അവൾ തല നോക്കിയുണ്ടോ, ഒരു വാങ്ങി നിൽക്കുന്ന ഒരു കല്ല് തടിക്കണം. പക്ഷെ എനിക്ക് മറ്റേ കപ്പ് അടിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത നമുക്കൊരു ഉന്മേഷം വേണം. വാ. അവൾ കണ്ണ് കാണത്തില്ല. ശരിയാണല്ലോ, കണ്ണ് കാണത്തില്ല. അവൾക്ക് അടുത്തിരുന്ന ഭയങ്കര കാഴ്ച. എൻ്റെ പൊന്നെ. വരുന്നില്ലേ? കണ്ട അവളെ നമ്മളെ തന്നെ നോക്കും. ഞാൻ ഇവിടെ ഇരുട്ടി ഇങ്ങനെ പോയി നിൽക്കാം. ഇപ്പോഴും വരുന്ന അവൾ കണ്ടില്ലാണ്ടോ. ഗ്രാൻഡ് പാനെ തേടുക. അവൾ ഭയങ്കര വിഷമം കേട്ടോ ഗ്രാനിക്ക്. ഗ്രാൻഡ് പാ ഇല്ലാത്തതുകൊണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് സ്പീഡിട്ട് തേടുക. പാവം. ഗ്രാൻഡ് പാ ഉണ്ടായിരുന്നേ ഇന്നേരം ബീച്ചിക്കിട്ട് ഓടിയാണ്. എന്തിയേ ഇപ്പോഴും പാവം പെണ്ണും പിള്ള തേടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വാ പെണ്ണും പിള്ള. അവൾ ഇങ്ങോട്ടൊന്നും വരത്തില്ല. അവൾ ഗ്രാൻഡ് പാൻ തേടുന്നതിന് ഭയങ്കര ബിച്ചാ. വാ. എന്തേ കയറുവാ. പാലിലോട്ട് കയറി വാ. ഇത്ര അടുത്ത് വരും, പക്ഷെ പാലത്തിനുള്ളിൽ കയറത്തില്ല. സ്ലിപ്പ് പറ്റി ഗ്രാനി വീണ് കഴിഞ്ഞാൽ പിന്നെ പെട്ടിയില്ല. ഇത്ര വയസ്സായി പിന്നെ എന്തിനാ ഈ മനുഷ്യ മാംസം കഴിക്കാണ്ട് ഇങ്ങനെ നടന്ന് കൊതി വെക്കുന്നു. കണ്ടോ അവൾക്ക് എന്നെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ചോരേ ഇല്ലാത്ത ആ വടിയിൽ ഇത്തിരി നെയിൽ പോളിഷും തേച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു നമ്മളെ പഠിപ്പിക്കാണ്ട്. ഇതിന്ന് പോടി, എനിക്ക് മറ്റേതും കൂടെ ഒന്ന് അടിച്ചിടണം. അവൾ അടക്കടന്ന് ഇങ്ങനെ കിടക്കുന്നു. അയ്യോ, ഇവിടെ എപ്പോഴാണോ പോകുന്നത്? അമ്മച്ചി ഇടിയൊന്ന് പോടി തള്ളക്കളവി. ഗ്രാനി തള്ളച്ചി കിളവി. പോ. പക്ഷെ അവൾ അവിടെ തന്നെ നിൽക്കും ചിലപ്പം. ട്രാപ്പ് വെക്കുന്ന സൗണ്ട് ഞാൻ കേട്ട്. അതേ ചിരിക്കുന്നു. ചിരിക്കുന്നു. എൻ്റെ മോനിക്ക് അവളുടെ ചിരി കേട്ടിട്ട് ദേഷ്യം വരുന്ന പിന്നെ അത് വട്ടി വരയ്ക്കുന്ന പോലെ.
എന്തി നോക്കട്ടെ, അവളെന്തിയേ? സോ കാണുന്നില്ലല്ലോ അവളെ. ഒന്ന് പോയി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. കണ്ട കഥ റിപ്പയർ ചെയ്യാൻ പോയിട്ടില്ല ഗൈസ്. പോകുന്നുമില്ല ഇപ്പം. നമുക്കൊന്ന് ഇപ്പോൾ അങ്ങോട്ട് പോയി നോക്കണം. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കഥത്ത് അപ്പക്കാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഒരടി അടിക്കാണ്ട്. പിന്നെ നമുക്ക് പോയി നോക്കാം ഗൈസ്. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ പോയി നോക്കുന്നു. പോയി നോക്കട്ടെ. അവിടെ ഇവിടെ ഇല്ല. താഴെ ഉണ്ടെങ്കിലും അതടിക്കാം. അടിക്കട്ടെ. ഓക്കെ. ഇപ്പം അവൾ വരും. അതേ വന്നു. ഞാൻ കണ്ട അവൾ വരുന്നത്. പക്ഷെ മെഴോട്ട് കയറിയാൽ മതിയായിരുന്നു. പക്ഷെ ടൈമില്ല മെഴോട്ട് കയറണ്ട. കറക്റ്റ് അവൾ വന്ന് നിൽക്കും. ട്രാപ്പ് എല്ലായിടത്തും. അവൾക്ക് അപ്പാടെ 2 ട്രാപ്പേ ഉള്ളൂ. അത് മാറ്റി വെച്ചോണ്ടിരിക്കുന്നത്. നേരെ അവളുടെ കയ്യിൽ നിന്ന് കൊള്ളണം. ഇങ്ങോട്ട് വന്നേ. വാ അതേ വന്നല്ലോ. ഇങ്ങോട്ട് വാ. സൗണ്ട് കേട്ടോ അപ്പം വരും. ചെവി മാത്രം ഭയങ്കര കേളു ചെവിക്ക്. അപ്പം എൻ്റെ കയ്യിലൊരു കല്ലിൽ ഇപ്പം തലക്കണം പറഞ്ഞാൽ വാ. വരാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടിടാം. പോ. താഴെ പോയി. താഴെ സൗണ്ട് കിട്ടും. പോ. പക്ഷെ അവൾക്ക് എന്നെ കാണാൻ പോകത്തില്ല. എൻ്റെ പൊന്നെ ഈ ഗൈസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീനോട്ടൊന്ന് നെക്കി പിടിച്ചാൽ മതി. അത് 2x ആയിക്കോളും. ഗ്രാനി പോകുന്നില്ലല്ലോ. എൻ്റെ പൊന്ന് ഗ്രാനി പോ. ഇങ്ങനെയിപ്പോൾ പോയി 2 ഗ്ലാസ് എടുക്കണം. വെള്ളം നിറയ്ക്കണം. ഒത്തിരി പണിയുണ്ട്. അവളും ഇടയിൽ കയറുന്ന വന്ന്. ഉയ്യോ അതല്ലേ പോ. നീ അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകാം. പക്ഷേ എനിക്ക് പ്ലാങ്ക് കൂടെ പോകേണ്ട ചെറിയൊരു പേടിയുണ്ട്. എന്നെ നിന്നുകൊണ്ട് അവളിങ്ങോട്ട് വരുന്നു. എൻ്റെ മുമ്പ് ഞാൻ എൻ്റെ മെൾട്ട് കയറിയതാണ്. നേരത്തെ എഴുതാൻ മതിയായിരുന്നു ഇതൊക്കെ. മേളിൽ പോവാ. ഗ്രാനി ഇങ്ങോട്ട് എന്തിയേ മോളെന്തിയേ? ഗ്രാനി എന്തിയാ? അവളുടെ അടുത്ത് പോകാൻ പറയാം. നമുക്ക് നേരെ സിലിണ്ടറിങ് റൂമിൽ പോയിട്ട് മറ്റേ ഗ്ലാസ് ഇല്ലേ അതുകൊണ്ട് എടുത്തേക്കാം. പോട്ടെ. ഡം. ഓക്കെ. എന്തിയാ ഇനിയിപ്പം താഴത്തേക്കും ഉണ്ട്. താഴെയല്ലേ നേരത്തെ ഗ്രാനി. പോട്ടെ, കുഴപ്പമില്ല. നേരെ താഴത്തേക്ക് പോവുക. ഇതങ്ങോട്ട് വെള്ളം നിറയ്ക്കുക. പെട്ടെന്ന് ഗ്രാനി കൊണ്ട് വരണം. ഞാൻ അടിച്ചു കൊല്ലും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. റിയൽ ലൈഫിലൊരു ഗ്രാനിയുടെ പോലെയായിരുന്നു. ഏതാണ് ഷോർട്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഗ്രാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഗ്രാനി ഇത്ര ഒന്നും ഇല്ല ഗൈസ്. അതൊക്കെ ഇവിടെ കയറി ഒളിയല്ല. നല്ല സൗകര്യമാണ്. നോക്കട്ടെ. അവളിപ്പോഴും കാണുന്നില്ല ഗ്രാനി. അബക്ക അതായി ചിരിക്കുന്നുണ്ടോ? അവളെ ചെല്ലപ്പേരാണ് ഗ്രാൻഡ് പേട്ട വേറെ. നാട്ടേക്ക് നല്ല പേടിച്ചു പോയി. പെട്ടെന്ന് ടിപ്പെന്നൊരെണ്ണം കണ്ടോ? പ്ലെയറിൻ്റെ ഹാർട്ട് ബീറ്റും കൂടി പറഞ്ഞിട്ട് ചത്തോണ്ടിരിക്കുന്ന പ്ലെയർ കറങ്ങിപ്പോകും ഗൈസ്. ഇപ്പോൾ കറങ്ങിപ്പോകും. കറങ്ങി തിരിച്ചു കൊണ്ടുവന്ന് ഗ്രാൻഡ് പറയപ്പോൾ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഗ്രാൻഡ് ഇല്ല. താട്ടേക്ക് പോവാം. ഇല്ലെന്നാ തോന്നുന്നു. എൻ്റെ കൂടെ ഗ്രാനി എൻ്റെ പുറകെ ഓടിയിട്ടുണ്ടാവും തോന്നുന്നു. പെട്ടെന്ന് താഴെ നമ്മൾക്ക് പെട്ടെന്ന് നോക്കുന്നു. പേടിച്ചു. ഇവളൊക്കെ എന്നാണോ ചെയ്യേണ്ടത്? കിളവ് ഇത്ര സ്പീഡ് വരത്തുമില്ല. അത് വലിയൊരു വേറെ വിഷയം. അബേ ബായി വാട്ട് ദ ഹെക്ക് മാൻ. മേരാ ചെറുപ്പ് പിഞ്ചിറും ശീക്രമാ വാങ്ങോ. ഇനിയിപ്പോൾ ഇവൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് മേലെ. അവിടെ വരുമോ ഇവിടെ വരുമോ? അവൾ ഇവിടെ വന്നാൽ ലാഭം അങ്ങോട്ട് പോയി നമുക്ക് ഇതുകൊണ്ട് വെക്കാം. നടക്കൂല. ഇപ്പം ഇത്ര നേരം നിൽക്കേണ്ടി വരുമോ? അല്ലേ അവൾ വരും. അവൾ ആ റൂമിൻ്റെ അകത്ത് നിന്ന് വെളിയിറങ്ങിച്ചാൽ അതായത് ബെസ്റ്റ്. റൂമിനകത്ത് വെളിയിൽ പോയിട്ട് തിരിച്ചാവും റൂമിനകത്ത് തന്നെ കയറുന്നു. ജയിലോട്ട് തന്നെ ഇടുന്നത്. അണ്ടർഗ്രൗണ്ട് ഗ്രാൻഡ് പേ ഒന്നും ഇല്ല ഗ്രാനിയെ. എനിക്ക് മനസ്സിലായി. അതാ ഗ്രാൻഡ് പേ ഓടിപ്പോയത് ഈ വീട്ടിൽ നിന്ന്. വെറുതെ അല്ല, ഈ ഗ്രാൻഡിനെ ശല്യപ്പെടുത്തിയിട്ട് തന്നെ. പുള്ളിക്കാരനെ ഒരു ഷോർട്ട് ഗണ്ണും പിടിച്ച് കറങ്ങി നടക്കും. പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ ഇനി വെളിയിറങ്ങപ്പോഴാണോ ഇറങ്ങുന്നത്?
ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ കളിക്കുമല്ലേ, നമുക്കൊരു സബ്സ്ക്രൈബൊക്കെ ആയിക്കോട്ടെ, നല്ലതല്ലേ. ഒരു 1 ലൈക്ക് 1 പവർ 1 ഫൈറ്റ്. ഇനിയിപ്പോൾ ഈ ശബ്ദം കേട്ടെങ്കിൽ വരുമോ? വാ 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 ഗ്രാണി. എൻ്റെ ഇതിപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നേരെ ഡ്രോപ്പ് ചെയ്താൽ, പക്ഷേ ഇതിനകത്ത് വാട്ടറാണ് ഫുള്ള്. വാ വാ വാ. അയ്യോ, ഇവളെ കാത്ത് ഞാൻ ഇനി എത്ര നേരമാണോ നിൽക്കേണ്ടത്? ഗായ്സ്, നിങ്ങൾക്ക് ബോറടിക്കും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ബോറടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോറടിക്കുവാണ്, ജസ്റ്റ് ഒന്ന് 2 സ്പീഡ് ഇട്ടേക്കുക. ഇടുവാണ് അവൾ നേരെ പോവും. ഇതിനാണോ കഷ്ടം? അവൾ പോയോ? അപ്പോൾ അവിടെ പോയി നോക്കാൻ വേണ്ടി കറക്റ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചത്ത്. വെറുതെ ഈ വെള്ളം കുപ്പിയും കൂടെ വെച്ചുകൊണ്ട് കളയാൻ പറ്റില്ല. 1 ഡേ തന്നെ തീർക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. നോക്കട്ടെ, 1 ഡേ തീർക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തീവ്രമായിട്ട് കളിക്കും, തീവ്രം. പിന്നെ എന്നെ പിടിക്കാൻ പറ്റൂല. ഗൈസ്, ഇതുപോലെയല്ല നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടും പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടും വരുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ മൈൻക്രാഫ്റ്റൊക്കെ റിയലല്ലേ കളിക്കുന്നത്. അപ്പം റിയൽ കേട്ടിനൊക്കെ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്. നമ്മൾ ഇത്രയ്ക്ക് കഷ്ടപ്പെടില്ലേ, ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും കൊടുക്കാൻ നല്ലതല്ലേ. ഇപ്പം അവളിവിടെ ഉണ്ടേ, അവളെ തേടി എനിക്ക് നടക്കാൻ മേല. ഇനിയാണെങ്കിൽ എന്നെ ചെയ്യേണ്ടത്, ഞാൻ കുടുങ്ങി കിടക്കുക ഗൈസ്. ഇതകത്തോട്ട് വെക്കുമ്പോൾ അവൾ വെളിയിറങ്ങണം. ഞാൻ വെളിയിറങ്ങുന്നേ ഇല്ല. അവൾ അകത്ത് ഇത്ര നേരം അയ്യോ, ഇപ്പോഴും അവളൊക്കെ ഒന്ന് വെളിയിറങ്ങാൻ പറ്റിയത്. അവൾ കാണുന്നില്ലല്ലോ. ഞാൻ നേരെ മട്ട് താട്ടേക്ക് പോകും. താഴെ പോയി ഇതുകൊണ്ട് ഈ കുടം കൊണ്ടുകൊണ്ട് വെച്ചേക്കാം. ഈ വെയിറ്റ് കൊണ്ട് ഇറങ്ങണം ഗ്രാൻഡ് പൈക്ക്. ഇതെല്ലാം ഗ്രാൻഡ് പൈയുടെ സെറ്റപ്പാന്നൊക്കെയാണ് പറയുന്നത്. ഇതോ ഇവിടെയാണോ? അല്ല, ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പോവുക, മേളിട്ട് കയറി പോവുക. മറ്റേതെടുത്ത ശേഷം നമ്മൾ മറ്റെടുത്ത് ഫുൾ നിറച്ച ശേഷം കണ്ട് പിടിച്ച് പിടിച്ചില്ല. പിടിച്ചില്ല. പണിയായി. ഡേ 1 തന്നെ തീർക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഓക്കെ ഗായ്സ്, അപ്പം ഇതാണ് നമ്മുടെ പാർട്ട് 1. പാർട്ട് 2 ജസ്റ്റ് ഇത്ര നേരം കൂടെ ഉള്ളൂ ഗായ്സ്. നമ്മൾ പാർട്ട് 2 ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും ഗായ്സ്. നിങ്ങൾ എന്ന് പറയുന്നത് ഡിസപ്പിയർ ആയി പോകുമൊന്നും വേണ്ട. നമ്മൾ പാർട്ട് 2 ഉറപ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം അതുവരെയും see you tomorrow later. Bye guys, thank you.